ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റോളാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാന് ചൂടാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നൈസായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാള നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരാനായിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സവാള നല്ലപോലെ സോഫ്റ്റായി കിട്ടും. ഇനി സവാള നല്ലപോലെ വഴന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വഴന്നുകൊണ്ടിരിക്കുന്ന സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. സവാളയുടെ നിറമൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവിനും കൂടി അനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. നമ്മൾ നേരത്തെ തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി വന്ന വെള്ളം ഊറ്റിയെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ലപോലെ വേവിച്ചിട്ട് എല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിലിട്ടിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ കൈകൊണ്ട് തന്നെ ഒന്ന് പിച്ചിയെടുത്താൽ മതി. ഇനി ചിക്കനിലേക്ക് മസാലകളൊക്കെ പിടിക്കുന്നത് വരെ നന്നായിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോളിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്.
ഇനി ഫില്ലിങ് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് റോൾ ചെയ്തിട്ട് എടുക്കാനുള്ള പാൻ കേക്കുകളൊന്ന് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കണം. ദോശമാവിനെക്കാട്ടിലും കുറച്ചുകൂടി അയഞ്ഞ ഒരു പാകത്തിലുള്ള ഒരു ബാറ്ററാണ് നമ്മൾ ഇതിനായിട്ട് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ബാറ്ററിൽ നിന്ന് ഒരു 2 കയ്യിൽ മാവ് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് ചിക്കൻ റോള് ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ മുട്ടയിൽ മുക്കുന്നതിന് പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ മാവുകൾ ദോശ പോലെ ചുട്ടെടുക്കാം. ആ ദോശച്ചട്ടി ചൂടാക്കിയിട്ട് നല്ല നൈസായിട്ട് തന്നെ ഇത് പരത്തിയിട്ടൊന്ന് ചുട്ടെടുക്കണം. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതിങ്ങനെ പരത്തിയിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. പെട്ടെന്ന് ഈ ദോശകൾ റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇടുന്ന പ്ലേറ്റിൽ നമ്മൾ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അത് പ്ലേറ്റിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചു പോകും. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം. ചൂടോടെ തന്നെ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റോൾ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് ഒരു സൈഡിൽ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് 2 സൈഡ് ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ചുരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിന് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിൽ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ റോളുകൾ ഓരോന്നും എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. എന്നിട്ട് ഇത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ റോളുകളെല്ലാം ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കണം. ഓയിൽ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഓരോരോ ചിക്കൻ റോളുകളായിട്ടിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണക്ക് നല്ലപോലെ ചൂടുണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണക്ക് ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ലോണം എണ്ണ കുടിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പിന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡ് കൂടി കുക്കായി കഴിയുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോളുകളൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.